ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും നമ്മുടെ ചായ തിളയ്ക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആവും കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സംഭവത്തിൻ്റെ പേര് പറയാം, നമ്മുടെ പപ്പട ബോളിയാണ്. ഇതുവരെ കഴിച്ചിട്ടല്ലാത്തവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കി കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഇച്ചിരി വെള്ളം ചേർത്ത് ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവില്ലേ അതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. നമുക്കിതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇതുപോലെ കട്ട ഉണ്ടാവരുത്, കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് പപ്പടത്തിനകത്ത് വയ്ക്കാൻ കുറച്ച് ഫില്ലിങ്സ് ആവശ്യമാണ്. അതിന് ഇച്ചിരി തേങ്ങ തിരകിയെടുക്കുക. അതിലോട്ട് വേണമെങ്കിൽ ഏലക്ക, ഞാൻ ഏലക്ക ഇടാൻ പറയില്ല കേട്ടോ. നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ പഞ്ചസാരയും തേങ്ങയും മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് കൂടാനായിട്ട് നട്ട്സ്, പീനട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. ടേസ്റ്റ് പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നമുക്കിത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇച്ചിരി മൈദ വെള്ളത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കളർ ഉണ്ടോ, നേരത്തെ നമുക്ക് കറണ്ടില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് അത് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കറണ്ടില്ലാത്തതുകൊണ്ട് ഒരു പപ്പടത്തെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചിലവർ പറയും അത് ഉണക്കണമെന്നൊക്കെ. ഇതൊന്നുമില്ല, ഞാൻ കവർ ചെയ്ത് ഞാൻ കവർ കാണിച്ചാണല്ലോ, അത് തന്നെ പൊട്ടിച്ചിങ്ങെടുക്കുവാണ്. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് നമ്മുടെ പശ, എന്നാലേ അത് ഒട്ടിയിരിക്കത്തുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് മൈദ പുരട്ടി കൊടുത്തിട്ട് ഇതിനി നല്ല പൊട്ടാതെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. കാരണം നമ്മൾ ബാറ്ററിൽ മുക്കി എണ്ണയിലിടുമ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് എണ്ണ കയറും. എണ്ണ കയറിക്കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര കണ്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് വരത്തില്ല കേട്ടോ. നമുക്കിതൊന്ന് പൊട്ടിയിട്ടില്ല, നല്ലതാക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് അങ്ങ് ചെയ്യരുത് കേട്ടോ, എന്നാൽ അത് പൊട്ടിപ്പോവും. എന്നിട്ട് ഇതുപോലെ ബാറ്ററിലൊന്ന് ഇട്ട് എണ്ണയിലിട്ട് കൊടുക്കുക. എണ്ണ നേരത്തെ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കണ്ടോ, നമ്മുടെ ഒരു പപ്പടം ചെറുതായിട്ടൊന്ന് പൊന്തിയിട്ടുണ്ടായിരുന്നേ, എന്നാലും അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് അത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. കുഴകുടാന്നിരിക്കുന്ന സാധനം ഇതുപോലെ പൊങ്ങി വരും. എന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. വേറെ എന്തായാലും ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ തന്നെയാണല്ലോ അല്ലേ. ഇത് തണുത്ത് കഴിഞ്ഞാലും ചൂടോടെയൊക്കെ എന്തായാലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ വ്ളോഗ്സ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, എല്ലാം കണ്ടു നോക്കൂ കേട്ടോ.